എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു അടിപൊളി ചോപ്പ് കളറ് ബുള്ളറ്റുമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ഇതും റീസ്റ്റോർ ചെയ്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുന്നതിലൂടെ ഈ ഒരു 500cc ക്ലാസിക് റീസ്റ്റോർ ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കാനായിട്ട് എത്ര രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ആയത്, ഇനി അതല്ല എന്തൊക്കെ സ്പെയർ മാറിയിട്ടുണ്ട്, ലേബർ കോസ്റ്റ് എത്രയാണ്, പെയിന്റിങ് എത്ര രൂപയാണ്, പ്ലേറ്റിംഗ് കോസ്റ്റ്, ബഫിംഗ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ബുള്ളറ്റ് റീസ്റ്റോറേഷൻ വീഡിയോസിനും അതുപോലെ തന്നെ വാഹന റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിനും ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ ഷീനെ, ഇത് ഏത് വർഷത്തെ വണ്ടിയാ? ഇത് 2015 മോഡൽ വണ്ടിയാണ്. ഓക്കെ, 2015 മോഡൽ വണ്ടി. അപ്പോൾ പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് റീസ്റ്റോർ ചെയ്യാൻ കാരണം? ഇത് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ. നമ്മളെ വീഡിയോ കണ്ടപ്പോൾ പുള്ളി ഓൾറെഡി റീസ്റ്റോർ ചെയ്യാനായിട്ടുള്ള തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് എത്തിച്ചത്. എന്തായിരുന്നു ഇപ്പോൾ ഇതിന്റെ കണ്ടീഷൻ? കിട്ടിയ വണ്ടി ഓക്കെ ആയിരുന്നു, അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. വണ്ടി ഡെസേർട്ട് സ്റ്റോം കളറായിരുന്നു. നമ്മള് റെഡിലോട്ട് ചേഞ്ച് ചെയ്യാണ് ചെയ്തത്. ആദ്യം 1-2 വേറെ കളറൊക്കെ നോക്കി. ഈ ഡെസേർട്ട് സ്റ്റോം എന്ന് പറയുമ്പോൾ മാറ്റാണ്. മാറ്റാണ്. പിന്നീടാണ് ഈ നമ്മൾ റെഡിലോട്ട്, ഇത് ക്യാൻഡി റെഡിലോട്ട് മാറിയത്. ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാളൊക്കെ മുന്നേ. ഈ ടാങ്കിന്റെ ഫോട്ടോ ആണ് ഞാൻ ഇട്ടിട്ട് ഇത് ഏത് കളറാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് പേര് ഈ ക്യാൻഡി റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ കുറേ കളറുകൾ എന്താ പറയുക, കുറേ കൂട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് എടുത്തു പറയാൻ കാരണം നമ്മുടെ അനീഷ് ബ്രോ, കരുനാഗപ്പള്ളിയിലുള്ള അനീഷ് ബ്രോ ഇത് എൻ്റെ വണ്ടിയുടെ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുള്ളിയുടെ അല്ലല്ലോ? അനീഷേട്ടൻ്റെ വണ്ടിയല്ല, അത് ഉടനെ നമ്മൾ എന്തായാലും ഈ മാസം തന്നെ വണ്ടി കൊടുക്കും. എന്തായാലും ഇത് തൊട്ടടുത്തുള്ള കരുനാഗപ്പള്ളിക്ക് തൊട്ടടുത്തുള്ള കായംകുളത്ത് നിന്നാണ്. ഓക്കെ, അപ്പോൾ അനീഷ് ബ്രോയുടെ വണ്ടി ഒന്ന് റെഡിയാക്കും. അനീഷേട്ടൻ്റെ വണ്ടി നമുക്ക് പെയിന്റിങ്ങിന്റെ താമസം കൊണ്ടാണ്. കാര്യം ബാക്കി പ്ലേറ്റിങ്ങും ബഫിങ്ങും എല്ലാം കഴിഞ്ഞ് കടയിൽ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 മാസത്തിന്റെ മേളിലായി. പെയിന്റ് അടിച്ച് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് പോണത്. പെയിന്റിങ് ഞാൻ ഇന്നലെയും വിളിച്ചിരുന്നു, 2 ദിവസത്തിനകത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വണ്ടി നമ്മൾ കൊടുക്കും. എന്നാലും അനീഷ് ബ്രോ ഇനി എന്തായാലും ഉടനെ തന്നെ ബ്രോയുടെ വണ്ടിയായിരിക്കും നമ്മുടെ ചാനലിൽ കൂടെ എന്താ പറയാ കൂട്ടുകാർ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറയൂ, സ്പെയർ എന്തൊക്കെ മാറിയിട്ടുണ്ട്? ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫ്രണ്ട് സീറ്റ് കംപ്ലൈന്റ് ആയിരുന്നു. പിന്നെ സൈലൻസർ മാറ്റി. പുതിയ സീറ്റാണ്. സീറ്റ് അസംബ്ലിയോടെ മേടിച്ചു. ഓക്കെ. പിന്നെ നമ്മൾ സൈലൻസർ പുതിയത് മേടിച്ചു. പിന്നെ ക്രാഷ് ഗാർഡ് മാറ്റി. ഓക്കെ. പിന്നെ ഹെഡ്ലൈറ്റ് LED ആക്കിയിട്ടുണ്ട്. അതെ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഹാൻഡില്, സ്വിച്ചസ്, ത്രോട്ടിൽസ്, ലോക്ക് സെറ്റ്, പിന്നെ ഫോർക്ക് ഓയിൽ, ഡിസ്ക് പാഡ്, ബ്രേക്ക് ഷൂ, എഞ്ചിൻ ഓയിൽ, ഫിൽറ്റേഴ്സ്, പ്ലഗ്, അങ്ങനെ സൈഡ് സ്റ്റാൻഡ്, പിന്നെ ഈ പില്ലൺ ഹാൻഡില്, പിന്നെ സീറ്റ് കവർ നമ്മൾ അടിച്ചതാണ്. ഓക്കെ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ടൈൽ ലാമ്പ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സ്പെയർ എല്ലാം കൂടി ഇപ്പോൾ എത്ര രൂപയായി? ഇതിന് അറൗണ്ട് ഒരു 47,000 രൂപ അടുപ്പിച്ച് സ്പെയർ പാർട്സ് ആയിട്ട്. 47,000 രൂപ അടുപ്പിച്ച് സ്പെയർ. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് നമ്മളെല്ലാം പുതിയത് വെച്ചു. ഓൾമോസ്റ്റ് എല്ലാം പുതിയതാണ്. ഓക്കെ. ഈ ലോഗോയും ഒക്കെ പുതിയതല്ലേ? എംബ്ലംസ് എല്ലാം പുതിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു നമ്മുടെ റെഡില് ഗോൾഡ് വന്നപ്പോഴത്തേക്ക് നല്ല എടുപ്പുണ്ട്. അത് പക്ഷെ ബ്ലാക്ക് ആയാലും ഒരു ബ്ലാക്ക്, പക്ഷെ ഒരു മാറ്റിലാണെങ്കിൽ ബ്ലാക്ക് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് പ്ലേറ്റിങ്ങിന് വന്നിട്ട് 8,300 സംതിങ്. 8,300. നമുക്ക് വീലും കാര്യങ്ങളൊന്നുമില്ല. അതെ, അലോയ്സ് ആണ്. പിന്നെ നമുക്ക് സൈലൻസർ ബെൻഡ് വെപ്പും ഇല്ല. പിന്നെ അത് ബ്ലാക്ക് ആണ്. പിന്നെ എഞ്ചിൻ കവർ ബഫിംഗ് ആയിരുന്നു. ഓക്കെ. ഈ ഒരു ബെൻ പൈപ്പിന്റെ മുകളിലിട്ടേക്കുന്നത് അത് ഗാർഡ് ഓൾറെഡി ഇതിലുണ്ടായിരുന്നു. അപ്പൊ അത് വെക്കണമെന്ന് അവർ പറഞ്ഞു. ഓക്കെ. അത് പെയിന്റ് അടിച്ചല്ലേ? പെയിന്റ് ചെയ്തിട്ട് വെച്ചതാണ്. ഓക്കെ. അപ്പൊ പ്ലേറ്റിങ്ങിന് ഇപ്പൊ എല്ലാം കൂടി 8,300 സംതിങ്. പ്ലേറ്റിങ്ങും ബഫിംഗും എല്ലാം കൂടി. ഓക്കെ, അത്രേ ആയിട്ടുള്ളൂ. പിന്നെ പെയിന്റിങ് 14,000 രൂപ. 14,000 നമ്മുടെ സ്ഥിരം കൊടുക്കുന്ന ആൾ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് ഇതും കാണാനായിട്ട്. കഴിഞ്ഞ റെഡ് കളർ അടിച്ചിരുന്നത് ആഡംസിലായിരുന്നു. അത് 16,000. പക്ഷെ ഇത് 14 രൂപ ചെയ്തല്ലേ, നമുക്ക് സ്ഥിരം ആളായതുകൊണ്ട്. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട് എന്തായാലും ഇതും കാണാനായിട്ട്. കൂടാതെ ലേബർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതില് 10,000 രൂപ. 10,000. വേറെ എഞ്ചിൻ പണിയൊന്നും ഇല്ല. എഞ്ചിൻ പണിയൊന്നുമില്ല. അപ്പൊ ഇത് വണ്ടി ഓടിച്ചോണ്ടാണോ വന്നത്? വണ്ടി ഓടിച്ചോണ്ട് തന്നെയാണ് വന്നത്. തിരിച്ചും അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓടിച്ചോണ്ട് തന്നെയായിരിക്കും പോകുന്നത്. പിന്നെ സെൽഫിന്റെ വീലൊക്കെ കംപ്ലൈന്റ് ആയിരുന്നു. അതിന് തന്നെ 4,700 രൂപ വിലയുണ്ട്. ഓക്കെ. സെൽഫ് കംപ്ലൈന്റ് ആണ്, അതൊക്കെ മാറിയിട്ടുണ്ട്. ഇതിന്റെ കസ്റ്റമർ എന്റെ അടുത്ത് പറഞ്ഞത് ഒന്നും നോക്കണ്ട, എന്തുണ്ടെങ്കിലും മാറിക്കോളാൻ പറഞ്ഞു. എന്നാലും എന്റെ മാക്സിമം ഞാൻ അതിൽ നമ്മളങ്ങനെ കംപ്ലൈന്റ് ആയ പാർട്സിൽ മാത്രമേ മാറാറുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാം കൂടി ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ ഈ വണ്ടിക്ക് ടോട്ടൽ കോസ്റ്റ് അറൗണ്ട് 80,000 രൂപ അടുപ്പിച്ച് വണ്ടിക്ക്. 80,000. ഓക്കെ. എന്തായാലും 2015 മോഡല് റോയൽ എൻഫീൽഡ് ക്ലാസിക് 500 റീസ്റ്റോർ ചെയ്യാനായിട്ട് 80,000 രൂപയാണ് ആയിട്ടുള്ളത്. അതിൽ ഓൾമോസ്റ്റ് എന്താ പറയാ ഒരു 75% നമ്മുടെ സ്പെയറിന് തന്നെയാണ്. ബാക്കിയൊന്നും ഈ കാലിബർ പുതിയതാണ്. മാറിയതാണ്. അത് പിന്നെ പെയിന്ററെ കൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്തതാണ്. ഓക്കെ.
അപ്പോൾ എന്തായാലും 80,000 രൂപയ്ക്കാണ് ദേ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 500 2015 മോഡല് വീണ്ടും സുന്ദര കുട്ടപ്പനാക്കാനായിട്ട് നമുക്ക് ചിലവായത് കേട്ടോ. എന്തായാലും ഇതുപോലെ നിങ്ങളുടെ ബുള്ളറ്റ് റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഷിജിൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്തുള്ള കടയ്ക്കാവൂരാണ്. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ എന്ന് സെർച്ച് കഴിഞ്ഞാൽ ഷിജിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ്. കൂടാതെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഷിജിന് വർക്ക്ഷോപ്പാണ്, ഷിജിനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ കോളുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഞാനിവിടെ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഈ ഇടയ്ക്ക് നമ്മുടെ വീഡിയോയിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനും ഉടായിപ്പാണ് ഷിജിനും ഉടായിപ്പ് എന്നാണ് പറയുന്നത്. അതെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഒരുപാട് വിഷമവും ദേഷ്യവും തോന്നിയ ഒരു കമന്റ് ആണത്. പുള്ളി അതിൽ പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഭയങ്കര ഉടായിപ്പാണ്, നമ്മൾ പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്, പറഞ്ഞത് സത്യമല്ല. താഴെ അതിൽ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. അപ്പോൾ ഒരാൾ തിരക്കായോണ്ടായിരിക്കും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാത്തത്, ഫോൺ വിളിച്ച് എടുക്കാത്തതെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ തന്നെ റിപ്ലൈ ഇല്ല എന്ന് പറഞ്ഞ് ഉടായിപ്പാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം. അത്രേ ഉള്ളൂ. ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടില്ല, പുള്ളിയുടെ വണ്ടി കടയിൽ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ പുള്ളിയുടെ അഡ്വാൻസ് മേടിച്ചിട്ടില്ല, ഒരു എനിക്കുള്ള പേര് പോലും അറിഞ്ഞൂടാ, ഞാൻ മെസ്സേജ് പോലും കണ്ടിട്ടില്ല. വെറുതെ ഇങ്ങനെ ഉടായിപ്പോന്നും പറഞ്ഞ് കമന്റ് ഇടുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഓൾറെഡി പനിയായിട്ട് കിടപ്പായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും പുള്ളിയുടെ കമൻറ്റ്സ് വേറെ വീഡിയോയിലുണ്ടോ നോക്കിയപ്പോഴത്തേക്ക് പുള്ളി ഈ കമന്റ് പോസ്റ്റ് ചെയ്യിക്കുന്നതിന് 3 ദിവസം മുന്നേ വേറൊരു വീഡിയോയിൽ ഒന്ന് നമ്പർ ചോദിച്ചിട്ടുണ്ട്. 3 ദിവസം മുന്നേ അത് കാണിക്കുമല്ലോ. ഞാനാണ് എന്റെ നമ്പർ കൊടുക്കുകയും ചെയ്തത്. ചേട്ടാ വാട്സപ്പ് പുള്ളി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വാട്സപ്പ് നോക്കാൻ പറ്റിയില്ല. ഈ പറഞ്ഞതൊന്നും ശരിയല്ല. നമ്മളിപ്പോ ഒരാളെ പറ്റിക്കുക എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, റിപ്ലൈ എന്തെങ്കിലും പറഞ്ഞ ഉടായ്പെന്നൊക്കെ പറഞ്ഞത് വെറും പരിപാടിയാണ്. എന്തായാലും എന്താ പറയാ, ഇതൊക്കെ ഇതുപോലെ ഞാൻ ഓൾറെഡി അതിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇടാം. പക്ഷെ അത് കുറച്ച് എന്താ പറയാ, നമ്മളിപ്പോ ഉടായിപ്പാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കമന്റ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. നമ്മൾ ഉടായിപ്പ് തന്നെ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം, ഈവൻ ഞാൻ ഈ ഷിജിന്റെ വീഡിയോസ് ചെയ്യുന്ന ഒന്നും കാശ് മേടിച്ചിട്ടോ അല്ലെങ്കിൽ പ്രൊമോഷനോ അല്ല കേട്ടോ. എല്ലാം എന്താ പറയാ, എനിക്ക് ഷിജിനോടുള്ള സ്നേഹം, എൻ്റെ വണ്ടി ഷിജിന് കൊടുത്ത് കംപ്ലൈൻറ്റ് എന്താ പറയുക റെക്ടിഫൈ ചെയ്ത് നല്ല അടിപൊളി ആക്കി തിരിച്ച് തന്നതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ പേരിലാണ് ഞാൻ പലപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതുമാണ്. അപ്പോൾ അതായത് നമ്മുടെ വണ്ടി ഈ ബുള്ളറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ അധികം വർക്ക്ഷോപ്പുകൾ കാണും. നമ്മളിങ്ങനെ ഓരോ അടുത്ത് കൊണ്ടുപോകുമ്പോഴും അവിടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അത് ശരിയാക്കി തരത്തില്ല. പക്ഷേ ഷിജിൻ്റെ അവിടെ വന്നപ്പോഴാണ് ആ ഒരു പക്ക കംപ്ലൈൻറ്റ് മാറ്റി തരികയും വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് എനിക്ക് പുതിയ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നത് അതുപോലത്തെ ഒരു ഫീൽ. ഈവൻ ഈ ഒരു വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2015 എടുത്ത വണ്ടി ആണെങ്കിൽ പോലും ഇത് ഇപ്പോഴും പുതുപുത്തൻ വണ്ടി നമ്മൾ എന്താ പറയുക ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോഴത്തേക്ക് ഓടിക്കുന്ന ഒരു ഫീലില്ലേ, അത് തന്നെയാണ്. പിന്നെ 2-3 പേര് കമന്റ് ഉണ്ടായിരുന്നു ഈ സൈലൻസ് ആൻഡ് സൗണ്ട് കേൾപ്പിക്കാനായിട്ട്. അത് ഉറപ്പായിട്ടും നമ്മൾ കേൾപ്പിക്കണം കേട്ടോ. കാരണം അതിൽ തന്നെ വേറൊരു പുള്ളി കമന്റ് ഇട്ടേക്കുവാണ്, അതിന് വണ്ടി ഓടുമെങ്കിലല്ലേ കമന്റ് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. വണ്ടി ഓടിയാലല്ലേ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റുള്ളൂ. എന്തെല്ലാം ഈ വേണമെങ്കിൽ ഞാൻ അന്നേരം മനസ്സിലാച്ചപ്പോ കസ്റ്റമർ തിരിച്ച് പിക്കപ്പിലാണോ വണ്ടി കൊണ്ടുപോകുന്നത്. അതെ, അത്രേ ഉള്ളൂ. അല്ല എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന വീഡിയോ ഷീൻ ഇട്ടിട്ടില്ലേ, അതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അതിപ്പോ കാണുമ്പോൾ അറിയാലോ. പിന്നെ എനിക്ക് അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി വർക്ക് കഴിഞ്ഞ് കൊണ്ടുപോയ കസ്റ്റമർ ആരും നമ്മളെ പറ്റി അങ്ങനെ ഒരു കമന്റ് പോലും വന്നിട്ടില്ല. വെറുതെ അതായത് ഞാൻ പറഞ്ഞ 1-2 പേര് സ്ഥിരം എല്ലാ വീഡിയോയിലും വന്ന് ഒരു കമന്റ് ഇടുന്ന ആളുണ്ട്. ആ വാക്ക് ഇവിടെ പറയാൻ കൊള്ളൂല. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും ആ വാക്കിടും. എന്റെ എല്ലാ മെസ്സേജിന്റെയും സ്ക്രീൻഷോട്ട് ഉണ്ട് കമന്റ്. പിന്നെ കുറച്ച് മെക്കാനിക്സ്, അവരെ വിചാരം ഞാൻ പ്രൊഫൈൽ കയറി നോക്കുന്നില്ലെന്നാണ്. കുറച്ച് മെക്കാനിക്സുകളുണ്ട് എല്ലാ വീഡിയോയുടെ ഇടയിലും വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് അങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ ചെയ്ത് നോക്ക്. അതായത് നമ്മളെ ആറ്റിക്കൊണ്ടുള്ള സംസാരം. മനസ്സിലായി. അപ്പൊ ഞാനത് നോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ഇടുന്നതിന് എന്ത് സുഖം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തിരിച്ച് പറയുകയും ചെയ്തു, എന്റെ എല്ലാ വീഡിയോയുടെ അടിയിലും ഒന്ന് ഈ കമന്റ് ഇടുന്ന ജോലി നിർത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ജോലി നോക്കിക്കോളൂ. അത്രേ ഉള്ളൂ. എന്തായാലും വീണ്ടും പറയാനുള്ളത്, ദയവ് ഇത് ഷിജിനെ കോൾ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാവിലെ വർക്ക്ഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ പണികൾ ആവശ്യം പോലെ ഉണ്ട്. നമുക്ക് ഒരു ദിവസം എന്തായാലും വർക്ക്ഷോപ്പിന്റെ ഒരു ടൂർ ചെയ്യാൻ കേട്ടോ. അത് കാണുമ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ഇതൊരു റീസ്റ്റോർ ആക്ച്വലി ഒരെണ്ണം അല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പല വണ്ടികളുണ്ട്. വർക്കേഴ്സ് എന്ന് പറയുന്നത് 2 പേരാണ് എക്സ്ട്രാ ഉള്ളത്. പക്ഷെ ഇനി നോക്കുന്നുണ്ടോ? സ്റ്റാഫിനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞോളൂ. നമ്മൾ ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി 3 എന്നോട് ചേർത്ത് നമ്മൾ 3 പേരുണ്ട്. അപ്പോൾ വർക്ക് നീങ്ങുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അതുകൊണ്ട്
ഇപ്പോൾ വർക്ക് സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. എനിക്ക് ഒരുപാട് വർക്ക് എടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് മെയിനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് റിപ്ലൈ ആവുന്ന കാര്യം അതുകൊണ്ടാണ്. കാര്യം ഞാൻ എല്ലാവരുടെ അടുത്തും ഏറ്റിട്ട് സമയത്ത് കൊടുത്തില്ലെങ്കിൽ അത് മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാതെ നിൽക്കുന്നതും മെസ്സേജിന് ഇപ്പോൾ റിപ്ലൈ തരായിരുന്നതും. അപ്പോൾ മെയിൻലി എൻഫീൽഡിൻ്റെ വർക്ക് അറിയാവുന്ന ടെക്നീഷ്യന്മാരെ ഞാൻ നോക്കുന്നുണ്ട്, പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും. അതല്ല ഇപ്പോൾ വർക്ക് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന പയ്യന്മാരാണെങ്കിലും ഒരു 60% വർക്ക് അറിയാവുന്ന പയ്യന്മാരാണെങ്കിലും ആരാണെങ്കിലും മതി. അല്ലാതെ പണി പഠിക്കാനായിട്ട് വരുന്നതിൽ ബുദ്ധിമുട്ടായിരിക്കും, കാര്യം വർക്ക് ഉണ്ടാകാനായിട്ട് നടക്കത്തില്ല. അല്ലാതെ ഉള്ള രീതിയിൽ പണി അറിയാവുന്നവരെ എന്നെ കോൺടാക്ട് ചെയ്യുക. മെയിനായിട്ട് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ നോക്കാം, അതായിരിക്കും നല്ലത്. അതെ, ഏറ്റവും നല്ലതാണ്. പിന്നെ അല്ല, വർക്കിന് ഒരു കാര്യം ചെയ്യൂ, പണിക്ക് വേണ്ടിയാണെങ്കിൽ എനിക്കും കൂടെ മെസ്സേജ് ഇട്ടുള്ളൂ. ഞാൻ ദീപകണ്ണ മെസ്സേജ് അയച്ചാലും മതി. വർക്കുണ്ട്, നിങ്ങൾക്ക് വർക്കുണ്ട്, വരാം, ധൈര്യമായിട്ട് വരാം. കൃത്യമായിട്ട് സാലറിയും തരും, നല്ല സാലറിയും തരുന്നതാണ്. അത് എൻ്റെ കൂടെ നിൽക്കുന്നത് ചോദിച്ചാൽ അറിയാം. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെക്കാനിക്കിനെ നോക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ വിളിക്കാം. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്താൻ മറക്കണ്ട. കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.